അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് കടത്തിയ വഴിപാട് പണം പ്രതികൾ സ്റ്റോക്ക് മാർക്കറ്റിലും നിക്ഷേപിച്ചെന്ന് പ്രത്യേക അന്വേഷണ സംഘം. പ്രതികളുടെയും ബന്ധുക്കളുടെയും അടക്കം 30 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അയോധ്യ ക്ഷേത്ര കൊള്ളയിലെ അന്വേഷണം ജീവനക്കാരിലേക്ക് ഒതുക്കിയേക്കുമെന്ന പരോക്ഷ സൂചന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകി. അയോധ്യ ക്ഷേത്ര കൊള്ളയിലെ പണം ഓഹരി വിപണിയിലുമെത്തി. പ്രതികളായ അവിനാശ് ശുക്ലയും അനുകൽപ് മിശ്രയുമാണ് വഴിപാട് പണം സ്റ്റോക്ക് മാർക്കറ്റിലെത്തിച്ച് പല മടങ്ങാകാനുള്ള സാധ്യത തേടിയത്. 2 ദിവസമായി പോലീസ് കസ്റ്റഡിയിൽ നടത്തുന്ന ചോദ്യം ചെയ്യലിൽ അനുകൽപ് മിശ്രയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പലിശയ്ക്കും പണം നൽകി, ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്കും മാറ്റി. അങ്ങനെയാണ് 30 അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയത്. പ്രതികളെ വീടുകളിൽ വീണ്ടും എത്തിച്ചും തെളിവെടുപ്പ് നടത്തി. അതേസമയം ഇപ്പോൾ അറസ്റ്റിലായ 8 പ്രതികളിൽ അന്വേഷണം അവസാനിക്കുമെന്ന സൂചനയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയത്. കാണിക്ക പണം എണ്ണാനായി നിയോഗിക്കപ്പെട്ട 60 ജീവനക്കാരിൽ 8 പേർ മാത്രമാണ് പ്രതികളായത്. പ്രതിപക്ഷം പറയുന്നത് കേട്ടാൽ എല്ലാവരും പ്രതികളായെന്ന് തോന്നുമെന്ന് പറഞ്ഞ യോഗി, ട്രസ്റ്റ് നേതൃനിരയിലേക്ക് അന്വേഷണം ഉണ്ടായേക്കില്ലെന്ന സൂചന കൂടിയാണ് നൽകുന്നത്. ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാക്കൾ തെളിവ് ഹാജരാക്കിയില്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വച്ചിരുന്നു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുത്തു തുടങ്ങിയെന്നും പ്രതിപക്ഷം നൽകിയ പരാതികളിൽ നടപടിയില്ലെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. അതേസമയം ബദരിനാഥിലെ കൊള്ളയിൽ ക്ഷേത്രസമിതി ചെയർമാന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് പ്രമോദ് നെത്യാലിനെതിരെ കേസെടുത്തെങ്കിലും ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ജോഷ് മഠ്ലെ ക്ഷേത്രത്തിലും ജോലി നോക്കിയിരുന്ന ഇയാൾ അവിടെയും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ ക്ഷേത്ര ജീവനക്കാരും ചെയർമാനും റഡാറിലുണ്ട് എന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.